ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് റോപ്പീസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. അങ്ങനെ പതിപോലെ നമ്മൾ റമദാൻ കുക്കിംഗ് വ്ളോഗുമായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ എൻ്റെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കമൻറ്റ് ബോക്സിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് നല്ലൊരു ഡ്രിങ്ക്സാണ്, നമ്മൾ ചാമ്പക്ക കൊണ്ട് ഒരു ഡ്രിങ്ക്സ് റെഡിയാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് വെജിറ്റബിൾ സ്പ്രിംഗ് റോളും കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ളോഗിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ പതിപോലെ നമുക്ക് കറികൾ തന്നെ ആദ്യം റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ ചിക്കൻ നെക്സ്റ്റ് കറിയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിനുള്ള വെജിറ്റബിളൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്ന് പൊറോട്ടയും നെക്സ്റ്റ് കറിയാണ്. പിന്നെ പരിപ്പും ചോറൊക്കെ റെഡിയാക്കുന്നുണ്ട്. നമ്മളിപ്പോൾ അതുപോലെ കഞ്ഞിയും ഓട്സുമുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ടും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരെ കറി വെക്കാം. അപ്പോൾ സവാളയും പച്ചമുളകൊക്കെ ഞാനിവിടെ വഴറ്റാൻ വെച്ചിട്ടുണ്ട്. എളുപ്പം റെഡിയാകുന്ന ഒരു കറി കൂടിയാണിത്. അപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 വലിയ തക്കാളി കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് വഴന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചിക്കനും പിന്നെ സെക്കൻഡ് തേങ്ങാപ്പാലും കൂടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത്രയും സിമ്പിളായി തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റും. വളരെ ടേസ്റ്റിയായ ഒരു കറി കൂടിയാണിത്. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ റെസിപ്പിയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. എല്ലാം കൂടി മിക്സ് ചെയ്ത് ആവശ്യത്തിലുള്ള ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നമുക്ക് അടച്ച് വെക്കാം. പിന്നെ വന്നതിന് ശേഷമാണ് നമ്മൾ 1-ാം പാലും കുരുമുളകും ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമുക്കിവിടെ ഞങ്ങൾ ഉന്നക്കായാണ് കടിയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉന്നക്കായ്ക്കുള്ള കായ ആണിത്. അതിനുശേഷം നമുക്കത് ഫില്ലിങ്ങിനുള്ള ചെറുവേ തേങ്ങ നമുക്കൊന്ന് ഇതിൻ്റെ ഫില്ലിംഗ് ആക്കി എടുക്കാം. അപ്പോൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഏലക്കായ് പൊടിച്ചതും 1 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് നമുക്ക് നല്ലവണ്ണം ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കറക്റ്റ് പാകത്തിനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതവിടെ മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ പഴം നമ്മളിവിടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഓരോ ഉന്നക്കായിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഓരോരോ ബോൾസാക്കി എടുത്ത് അല്പം നെയ്യ് കയ്യിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് നല്ലവണ്ണം ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ കഴിയും. അപ്പോൾ നമുക്കിനി ഉന്നക്കായൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മുഴുവൻ ഉന്നക്കയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേ വേണ്ടൂ. അപ്പോൾ ഉന്നക്കയുടെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം ഉന്നക്ക നമ്മൾ ഇതുപോലെ തന്നെ നല്ല തീയിൽ വെച്ചിട്ട് നല്ല ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉന്നക്കായും കൂടി നമുക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ അടുത്ത സ്നാക്സിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഇതും കൂടി അവിടെ റെഡിയായ ശേഷം മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് സ്പ്രിംഗ് റോളിനുള്ള ഫില്ലിങ് റെഡിയാക്കണം. അതിനുള്ള നമ്മൾ വെജിറ്റബിൾ കൊണ്ടാണ് സ്പ്രിംഗ് റോൾ റെഡിയാക്കുന്നത്. ചിക്കനൊന്നും ഇതിൽ ചേർക്കുന്നില്ല. അപ്പോൾ സ്പ്രിംഗ് ഓണിയൻ ഉണ്ട്, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, ക്യാബേജ്, ക്യാരറ്റ് ഇതൊക്കെയാണ് എടുത്തത്. ഇതെല്ലാം ഒന്ന് ജസ്റ്റ് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിനൊക്കെ ഒരു പാത്രത്തേക്ക് ആവശ്യമുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് ചതച്ചത് വേണ്ട, ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുന്നതാണ് ടേസ്റ്റ്. നമുക്ക് അരച്ചത് വേണ്ട. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളി നമുക്ക് നല്ലവണ്ണം എണ്ണയിൽ മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാളയൊന്നും നല്ലോണം അലിഞ്ഞ് വരണ്ട, എല്ലാം ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. സവാള ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് കുക്കായതിന് ശേഷം നമുക്ക് വെജിറ്റബിളൊക്കെ ഇട്ട് കൊടുക്കാം. എല്ലാ വെജിറ്റബിളും ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല തീ തന്നെ ചെയ്തെടുക്കാം. ഇതും നല്ലവണ്ണം വെന്ത് കിട്ടണ്ട, നമുക്ക് ജസ്റ്റ് ഒരു പച്ച കളർ ഒന്ന് മാറി കിട്ടിയാൽ മതി.
ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള അല്പം ഉപ്പാണ് ചേർക്കേണ്ടത്. നമ്മൾ സോയാ സോസ് ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് അതിൽ ഉപ്പുണ്ടാവും. അതുകൊണ്ട് ഉപ്പ് കുറച്ച് ചേർത്താൽ മതി നോക്കിയിട്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് അത് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് ചില്ലി ഫ്ലെക്സ് കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചില്ലി സോസ് ഉണ്ടെങ്കിൽ ആ സോസ് ചേർത്താൽ മതി. അപ്പം എൻ്റെ അടുത്ത് അതില്ലാതുകൊണ്ടാണ് ഞാനിവിടെ ചില്ലി ഫ്ലെക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ച് അത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ സോയാ സോസ് കൂടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ടൊമാറ്റോ കച്ചപ്പും കൂടി 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പറഞ്ഞാൽ അധികം നമുക്ക് അലിഞ്ഞു പോകുന്ന രൂപത്തിലേക്ക് ഫില്ലിങ് വേണ്ട, അതൊക്കെ അടിക്കാൻ കിട്ടുന്ന രൂപത്തിലേക്കാണ് വേണ്ടത്. അപ്പോൾ എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ നമ്മൾ ഫില്ലിങ് പെട്ടെന്ന് നമ്മൾ റെഡിയാവുകയും ചെയ്യും. ഇതുപോലെ ആക്കുകയാണെങ്കിൽ നമുക്ക് വെജിറ്റബിളൊക്കെ കുട്ടികൾക്കൊക്കെ നമുക്ക് വെജിറ്റബിൾ അറിയാതെ അങ്ങനെ കഴിക്കാനും പറ്റും. അതുകൊണ്ടാണ് വെജിറ്റബിൾ സ്പ്രിംഗ് റോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. നമ്മൾ ഫില്ലിങ് അവിടെ റെഡിയായി. ഇത് സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റ് ഞാൻ റെഡിമെയ്ഡ് ഇതുപോലെ ഫ്രീസർ വെച്ചത് വാങ്ങിക്കുകയാണ് ചെയ്തത്. ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് അവിടെ ഉണ്ടാകുമ്പോൾ നമുക്ക് എളുപ്പം റെഡിയാക്കാം. നമുക്ക് ഓരോ ഷീറ്റ് എടുത്തിട്ട് ഇതേപോലെ സ്പ്രിംഗ് റോൾ റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടി തന്നെ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ മൈദ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള മൈദയാണിത്. അതിലേക്ക് വെള്ളം ചേർത്ത് നമുക്കൊന്ന് കലക്കിയെടുക്കാം. അധികം ലൂസാവാത്ത രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ഓരോ സ്പ്രിംഗ് റോളും നമുക്കിതുപോലെ ഫില്ലിങ് വെച്ചിട്ട് ഇതുപോലെ മടക്കിയെടുക്കാം. അപ്പോൾ ഇത്തിരി സിമ്പിളായി ചെയ്യാൻ പറ്റിയ ഒരു കടി കൂടിയാണിത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഷീറ്റൊക്കെ നമ്മൾ വാങ്ങി വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം റെഡിയാക്കാം. ഫില്ലിങ് പെട്ടെന്ന് റെഡിയാവും. അതിന് കുറേ ടൈമേ നമുക്ക് ആവശ്യം വരുന്നില്ല. കാരണം നല്ലോണം വയറ്റി എടുക്കുന്നില്ലല്ലോ, അപ്പോൾ ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടി വരുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ചിക്കനൊക്കെ അതിലേക്ക് ചേർത്ത് അതങ്ങനെയും ചെയ്യാം. അപ്പോൾ നമ്മൾ വെജിറ്റബിൾ ആയതുകൊണ്ടാണ് വെജിറ്റബിൾ മാത്രം ചേർത്തത്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ഷീറ്റിലും ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത്തിരി സിമ്പിളായ കടി എന്താ നിങ്ങൾ ട്രൈ ചെയ്തിട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തേക്കും. നല്ല ടേസ്റ്റി ആയ ഒരു സ്പ്രിംഗ് റോൾ കൂടിയാണിത്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഇതേപോലെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ റോളും കൂടി നമുക്ക് എല്ലാം കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തീയൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ആക്കിയിട്ട് റെഡിയാക്കുക. എന്നിട്ട് എല്ലാ സ്പ്രിംഗ് റോളും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്പ്രിംഗ് റോളും കൂടി ഇവിടെ എല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ടൈമിൽ പുറത്ത് നല്ല തകർത്ത് മഴയാണ്, മഴയും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഞാൻ അതൊന്നും വീഡിയോ എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഓട്സും നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓട്സൊക്കെ റെഡിയാക്കുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് കുടിക്കാനുള്ള ഡ്രിങ്ക്സ് റെഡിയാക്കണം. ഇവിടെ വത്തക്ക ഞാൻ കലക്കിയതാണ് ആദ്യം ചെയ്തത്. ഇപ്പോൾ വത്തക്ക നമുക്ക് ഫുൾ കുരു കളഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതുപോലെ കലക്കിയെടുക്കുന്നത്. അത് നല്ലൊരു ഈസി ടെക്നിക്കിന്. ഇതുപോലെ കുരു എല്ലാം ലൈൻസായിട്ട് ഒരേപോലെ ഉണ്ടാകും. അത് നോക്കി നമുക്ക് ഓരോ പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കുരു കറക്റ്റ് എളുപ്പത്തിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. കുരുവൊക്കെ പെട്ടെന്ന് കളയാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണിത്. അപ്പോൾ അതുപോലെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് എനിക്ക് റെഡിയാവും. അങ്ങനെ ഫുൾ കുരു കളഞ്ഞതിന് ശേഷമുള്ള വത്തക്ക പീസാക്കി കട്ട് ചെയ്തെടുത്തതാണ്. ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഏലക്കായ വേണ്ടവർക്ക് അല്പം ഏലക്കായ പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കട്ടിയുള്ള പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കസ്കസ് കുതിർത്തതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഇതിലാവശ്യമായ ഐസ് ക്യൂബ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ ഡ്രിങ്ക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കളറിന് വേണ്ടി റോസ് കളർ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അത് ചേർക്കുന്നില്ല, നമുക്കിതുപോലെ ആക്കിയെടുക്കാം. പിന്നെ നമുക്ക് ചാമ്പയ്ക്കാണ്, നമ്മുടെ വീട്ടിലുണ്ടായ ചാമ്പയ്ക്കാണ്. ഇതൊന്ന് ജ്യൂസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് പഞ്ചസാരയും കൂടി അടിച്ച്
അങ്ങനെ ജ്യൂസ് ചെയ്തെടുക്കുന്നതാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ, ഇന്നത്തെ റമദാൻ കുക്കിംഗ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളെ കമൻറ്റുകൾ, എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക. കൂടാതെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ തൊട്ടടുത്ത് തന്നെ ബെൽ ബട്ടൺ കാണും, അതിൽ ഓൾ വേണം എനാബിൾ ചെയ്യാൻ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം പുതിയ പുതിയ വിശേഷങ്ങളുമായി, പുതിയ പുതിയ വിഭവങ്ങളുമായിട്ട് വരാം. അതുവരേക്കും ബൈ ഫ്രം ബ്രോ പീസ് കിച്ചൻ വ്ളോഗ്സ്. താങ്ക് യു.